പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓഗസ്റ്റ് 21 വെള്ളിയാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത ഇന്നത്തെ യാത്രകളെ അങ്ങയുടെ മക്കള് കൊതിയോടുകൂടി ഈ പ്രാർത്ഥന പങ്കെടുക്കുന്ന മക്കളുണ്ട്. ഈ പ്രാർത്ഥന കൂടിയിട്ട് എവിടെയെങ്കിലും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം സമർപ്പിക്കുന്നുണ്ട്. പലരുടെ കയ്യിലും പല രേഖകളും പേനയും ഡോക്യുമെൻറ്റും പരീക്ഷയും പാസ്പോർട്ടും വിസയും വിമാന ടിക്കറ്റും കർത്താവെ കുറേ സർട്ടിഫിക്കറ്റുമായിട്ട് ആൾക്കാർ മുട്ടനിൽക്കുന്ന അവരെ അതെല്ലാം രേഖകളെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. എൻ്റെ ദൈവവേദനെ, നീ ആരെ ഇന്ന് കാണാൻ പോകുന്നു, ആരോട് സംസാരിക്കാൻ പോകുന്നതോ, ഏത് തുറക്കാത്ത വാതിലും കർത്താവിൻ്റെ നാമത്തിൽ നിനക്ക് വേണ്ടി പരിശുദ്ധയുടെ മധ്യസ്ഥത തുറന്ന് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മുടി കൊഴിഞ്ഞു പോകുന്നവരുണ്ട്, വട്ടത്തി മുടി കൊഴിഞ്ഞു പോകുന്നവരെ കാണിക്കുന്നുണ്ട്. അവരെല്ലാം കർത്താവ് സ്പർശിക്കണം.
അവരെന്തുമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നു. ക്യാൻസർ 4th സ്റ്റേജ് അനുഭവിക്കുന്നവരുണ്ട്, കരളുവേദനക്കാരുണ്ട്, ഉദരവേദനക്കാരുണ്ട്, കണ്ണിന് കാഴ്ച മങ്ങുന്നവരുണ്ട്, മൂക്കിൽ ദശ വളരുന്നവരുണ്ട്, PCOD രോഗികളും ഫിസ്റ്റുല രോഗികളും ആർസസ് രോഗികളും നടുവിന് വേദനയുള്ളവരും ഈശോയെ ഇടുപ്പലിന് വേദനയുള്ളവരുണ്ട്. അവരെ എല്ലാം നിൻ്റെ തിരുമുറുവാർന്ന വലതുകരത്താൽ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക തകർച്ചയുള്ളവരും ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി പോകുന്നവരും അതിനെക്കുറിച്ച് പേടിയുള്ളവരും ട്രാൻസ്ഫർ കിട്ടിയവരും പോകാതിരിക്കാൻ നിവൃത്തിയില്ലാത്തവരും പോകേണ്ടി വരുന്നവരും അവർക്കും ഒരു കർത്താവ് സെറ്റിൽമെൻറ്റ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കളില്ലാത്തവർ, വിവാഹം താമസിക്കുന്നവർ, കുടുംബസമാധാനം ഇല്ലാത്തവർ, ഭാര്യാഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ദുർനടപ്പിലായിപ്പോയവർ, തെറ്റായ വഴികളിൽ പെട്ടുപോയവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിത ആവശ്യ സമയത്ത് വാഗ്ദാന പേടകത്തെ സമീപിക്കാൻ ഹെബ്രായർ 4:16 പറയുന്നുണ്ട്. അപ്പോൾ 4:16 അനുസരിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ ആ വാഗ്ദാന പേടകത്തെ സമീപിക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സമീപിക്കാനുള്ള യോഗ്യതയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ യോഗ്യത നമ്മൾ പറഞ്ഞു വിശ്വാസം, 2 വിശുദ്ധി, 3 മാനസാന്തരം, 4 എളിമ വിനയം. 5ാമത്താണ് ഇന്ന് പറയാൻ പോണത്. എന്താ പറയാൻ പോണത്? അതായത് എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക. അതായത് ദൈവവചനം മുറുകെ പിടിക്കണം. അതാണ് ഒരു യോഗ്യത, 5ാമത്തെ യോഗ്യത. ആ വചനം എന്ന് പറയുന്നത് സുഭാഷ് 4:13 എടുത്തേ. എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. കർത്താവിൻ്റെ ഉപദേശം കാത്തു സൂക്ഷിക്കണം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഞാനേ എപ്പോഴും ഓർക്കണ കാര്യം എന്നറിയാമോ, നമുക്ക് ഇപ്പോൾ പള്ളി നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ 2 തരം ആൺപിള്ളേർ ഇങ്ങനെ സ്പൂണിൽ നാരങ്ങ വെച്ചുകൊണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് ഓടും, പെൺപിള്ളേർ മെഴുകുതിരി കത്തിച്ച് പിടിച്ചുകൊണ്ട് ഓടും, അല്ലേ? മെഴുകി കത്തിച്ച് പിടിക്കണം. അപ്പോൾ നമുക്ക് ഒരേ സമയം തന്നെ നമ്മൾ ഓടുകയും ചെയ്യണം. ഈ തിരി നമ്മൾ ഫിനിഷ് ചെയ്യുമ്പോൾ തിരി കത്തി തന്നെ നിൽക്കണം. അതുപോലെ തന്നെ നമ്മളിങ്ങനെ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും പലതരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെട്ടും അസ്വസ്ഥപ്പെട്ടും ചില സമയത്ത് ചില ആൾക്കാരായിട്ട് കയർത്തും ചില ആൾക്കാരായിട്ട് ഇടഞ്ഞും അങ്ങനെ അപ്പം നിങ്ങൾ അതിന് പേര് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരുന്ന് ഉറങ്ങിയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥന നടക്കാതെയും അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പലപൂജാരും ഒക്കെ ആയിട്ട് കയറി അവിടെ നാശകോശമാകുന്ന ആൾക്കാർ പറഞ്ഞൊരു വാക്കാണ് ഇപ്പോൾ നാശകോശം. അങ്ങനെ ആത്മീയ ജീവിതത്തിൽ നാശകോശമായത്. അപ്പോൾ ആൾക്കാർ പറയും ഇനി ഒന്ന് കുംഭസാരത്തിൽ വേണം ഉടമ്പടിയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് വരാൻ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഭയങ്കര യുക്തമായിരുന്നില്ല ഇവിടെ എന്നൊക്കെ പറയും. അപ്പം ഇതിന് ഇങ്ങനൊരു സിറ്റുവേഷൻസ് നമുക്ക് സാധാരണ മനുഷ്യർക്ക് ഓക്കെ ആയിരിക്കാം, പക്ഷെ ഉടമ്പടിക്കാർക്ക് ഓക്കെ അല്ല. എന്താ കാര്യം? നമ്മുടെ സുഭാഷിതങ്ങൾ 4:13 എൻ്റെ ഉപദേശം മുറുകെ പിടിക്കുക, ഉപദേശം മുറുകെ പിടിക്കുക, അത് കൈവിടരുത്, അത് കൈവിടരുത്, അത് കാത്തു സൂക്ഷിക്കുക, അത് നിന്റെ ജീവനാണ്. അത് നിന്റെ ജീവനാണെന്ന് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഈശോയുടെ വചനങ്ങളെ പാലിച്ച് പോണ ഒരാളാണെന്ന് തോന്നിയാൽ വരാൻ പോകുന്ന വിഷയം ഈ ദൈവവചനം തന്നെ നമ്മളെ സംരക്ഷിക്കും. അത് തിരിച്ചൊരു സംരക്ഷണം. നമ്മൾ വചനത്തെ സംരക്ഷിക്കണം. എങ്ങനെ? നമ്മുടെ ജീവിതത്തിൽ വചനം പാലിക്കുക വഴി വചനത്തിന് ഡാമേജ് ആകാതിരി, വചനത്തിൻ്റെ എക്സിക്യൂഷൻ ഡാമേജ് ആകാതിരുന്നാൽ തിരിച്ച് ഈ വചനം തന്നെ നമ്മളെ സംരക്ഷിച്ചോളൂ. ഇപ്പം എന്ത് വിഷയം എന്ന് വെച്ചാൽ വചനം പാലിക്കുമെന്ന് നമ്മൾക്കൊരു നിശ്ചയദാർഢ്യം വരുന്ന ഞാൻ എന്ത് കാലാവസ്ഥയിലും എൻ്റെ ജീവിതം എന്ത് കാലാവസ്ഥയിലും കർത്താവ് വചനം പാലിക്കാൻ എന്നെ സഹായിക്കണം, കർത്താവ് വചനം മറിച്ചൊരു ജീവിതം എനിക്ക് തരരുത് എന്ന് പറഞ്ഞ് നമ്മളൊരു ആഗ്രഹം കർത്താവിൻ്റെ മുമ്പിൽ പ്രകടിപ്പിച്ചാൽ തീർച്ചയായിട്ടും കർത്താവ് കേട്ടിട്ട് നമ്മളെ വചനത്തിൻ്റെ ആ വചനം ജീവിക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ കർത്താവ് സംരക്ഷിക്കും. നിങ്ങൾക്കറിയാമല്ലോ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ 4:16 പറഞ്ഞിരിക്കുന്നത് വേണ്ട സമയത്ത് കരുണയും കൃപാപരവും എന്നാണ്. അപ്പം കരുണയുണ്ടല്ലോ അവിടെ. അപ്പം നമ്മളെ കരുണയെ ആഗ്രഹിച്ച് കർത്താവിൻ്റെ മുമ്പിൽ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ യോഗ്യതയില്ലെങ്കിലും കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ.